അറിഞ്ഞു കഴിക്കണം പച്ചച്ചക്കയും ചക്കപ്പഴവും. നമ്മുടെ സംസ്ഥാന ഫലമായ ചക്കയ്ക്ക് ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും പ്രിയമേറുകയാണ്. പോഷകമൂല്യങ്ങളുടെ കലവറയാണ് ചക്ക. പ്രമേഹം, ക്യാൻസർ, ഹൃദ്രോഗം, ചർമ്മരോഗങ്ങൾ എന്നീ രോഗങ്ങൾ വരുത്തുന്നത് ചെറുക്കാൻ ചക്ക സഹായകമാണ്. പച്ചച്ചക്കയിൽ പഴുത്ത ചക്കയെ അപേക്ഷിച്ച് കൂടുതൽ ജലാംശവും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഉണ്ട്. നാരുകൾ, പൈറിഡോക്സിൻ, ഫോളിക് ആസിഡ്, വിറ്റമിൻ എ, വിറ്റമിൻ സി, പൊട്ടാസ്യം എന്നീ മൂലകങ്ങളും പച്ചച്ചക്കയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഊർജം പച്ചച്ചക്കയേക്കാൾ 3 മടങ്ങോളം കൂടുതൽ ചക്കപ്പഴത്തിലാണ്. ഗ്ലൈസമിക് ഇൻഡെക്സും അന്നജവും ചക്കയിൽ കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ പ്രമേഹത്തെ കുറയ്ക്കുന്ന ഒരു ഫലം എന്നാണ് ചക്കയെ വിശേഷിപ്പിക്കുക. പച്ചച്ചക്കയിലാണ് ഈ ഗുണങ്ങൾ ഉള്ളത്. എന്നാൽ പഴുത്ത ചക്കയിൽ ധാരാളം അന്നജവും ഊർജവും ഉള്ളതിനാൽ പ്രമേഹ രോഗികൾ അമിതമായി ചക്കപ്പഴവും ചക്ക വേവിച്ചതും കഴിക്കുന്നത് കൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ നിരക്ക് കൂടുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ചക്കപ്പഴവും വേവിച്ചതും മിതമായി മാത്രമേ പ്രമേഹ രോഗികൾ കഴിക്കാവൂ. ഫ്രീ റാഡിക്കലുകളെ തടഞ്ഞ് വാർദ്ധക്യം തടയാനും ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും അണുബാധ കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ക്യാൻസറിനെയും ട്യൂമറിനെയും പ്രതിരോധിക്കാനും ചക്ക ഉത്തമമാണ്. നാരുകളുടെ അളവ് കൂടുതൽ പച്ചച്ചക്കയിലാണ്. അതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും ഉത്തമം പച്ചച്ചക്ക തന്നെ. എങ്കിലും അമിതമായി ഉപയോഗിച്ചാൽ വായു പ്രശ്നം, ഒഴിച്ചിൽ, മലബന്ധം എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ചക്കയുടെ കൂടെ പ്രോട്ടീൻ കൂടുതലുള്ള മീൻ, ഇറച്ചി എന്നിവ കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ കൂടാൻ കാരണമാകും. കഴിവതും രാവിലെ അല്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങൾക്ക് മുൻപ് ചക്ക കഴിക്കുക. ചക്കപ്പഴത്തിലുള്ള മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ B6. ഇവ ചില വിളർച്ചയെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു. ചക്ക പോഷകമൂല്യമുള്ള ഒരു ഫലമാണ്. എന്നാൽ നമ്മുടെ ആരോഗ്യമനുസരിച്ച് ചക്കപ്പഴം വേണോ പച്ചച്ചക്ക വേണോ എന്ന് നോക്കി ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ പോഷകങ്ങളുടെ ഉപയോഗം ഉപകാരപ്പെടൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക.